ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണോ? അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ കുറേ മീഷോ ഹോൾ വീഡിയോസ് ഒക്കെ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നു. എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മീഷോ ഹോൾ തന്നെയാണ്. ഇന്ന് നമ്മൾ ഡ്രസ്സിന്റെ ഒന്നുമല്ല, ഇന്ന് കിച്ചണിലോട്ട് വാങ്ങിയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പൊ നമ്മൾ കിച്ചണിലോട്ട് പല ഐറ്റംസ് കട്ടിങ് ആണെങ്കിലും എന്തിനും മെഷീൻസ് ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പൊ മീഷോയിൽ നിന്ന് നമ്മൾ കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കുറേ ദിവസമായിട്ട് നമ്മൾ വാങ്ങണം എന്ന് വിചാരിച്ചതാണ്. അപ്പം മീഷോയിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ക്വാളിറ്റി ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്തായാലും കണ്ട സ്ഥിതിക്ക് ഒന്ന് വാങ്ങി നോക്കിയതാണ്. ഇപ്പോൾ ക്വാളിറ്റി ഉള്ളതാണ്, അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സാധനങ്ങൾ എന്ന് കാണാം. നമ്മുടെ സാധനം വന്നിട്ട് ഈ ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഇലക്ട്രിക് ഗ്രൈൻഡർ ആണ്. ഇതിന്റെ ഉള്ളിലായിട്ട് വേറൊരു ബോക്സിലാണ് സാധനം കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മിക്സിക്ക് പകരമായിട്ടുള്ള ഒരാളാണ്. മിക്സിയിൽ നമുക്ക് അതുപോലെ രണ്ടോ മൂന്നോ ഒക്കെ മിക്സി ഉണ്ടാവും, ചെറുതും വലുതും സൈസ് അനുസരിച്ചിട്ട്. നമ്മൾ എന്തെങ്കിലും പൊടികള്, മസാലകൾ, എന്താ പറയാ, കുരുമുളകോ ഇല്ലെങ്കിൽ ഏലക്കായ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പൈസസോ എന്ത് സാധനമാണെങ്കിലും നമ്മൾ പൊടിക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഇട്ടാലാണ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ. മിക്സിയുടെ ജാറിൽ ഇട്ടാൽ ഇത് വന്നിട്ട് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഗ്രൈൻഡറിന്റെ ഉപയോഗമുള്ള ഒരു സാധനമാണ്. ഇതിൽ നമ്മൾ 1-2 സ്പൂണ് കോഫി ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും എന്താണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും, പൗഡർ ബേസിൽ കിട്ടും. അതാണ് ഇതിന്റെ ഉപയോഗം വന്നിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇത് വന്നിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗം കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇലക്ട്രിക് ഗ്രൈൻഡർ ആണ്. ഇത് 18 months നമുക്ക് വാറന്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബൗളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് നമുക്ക് സ്പൈസസ് ആണെങ്കിലും കോഫി ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഇതിൽ നമുക്ക് പൗഡർ ആയിട്ട് കിട്ടും. പിന്നെ പറയാനുള്ളത്, ഇത് മെറ്റൽ ബ്ലേഡ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് നിമ്മ എന്നുള്ള പേരുള്ള ജപ്പാനിന്റെ ഒരു ബ്രാൻഡാണ്. ഇത് വന്നിട്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് സാധനം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇതാണ് സാധനം വന്നിട്ട്. ഇതിന് ഇങ്ങനെ ഒരു വയറുണ്ട്, നമ്മുടെ മിക്സിക്കൊക്കെ കുത്തുന്ന പോലെ. ഇത് ഭയങ്കര വലിപ്പമുള്ള വയറല്ല കേട്ടോ, കുറച്ച് ചെറിയ വയറാണ്. നമുക്ക് കുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഉയരമുള്ള എന്തെങ്കിലും സാധനത്തിനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ സ്വിച്ച് നമ്മുടെ മിക്സിയുടെയും അതുപോലെ കറണ്ട് അടുപ്പിന്റെ ഒക്കെ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുത്തുകയും ചെയ്യാം. ഇങ്ങനെയുള്ള പിന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇതിന്റെ മൂടിയാണ്. ഇതൊരു ഗ്ലാസ് ടൈപ്പിൽ നമ്മൾ സാധാരണ മിക്സിക്കൊക്കെ ഉണ്ടാവണ അങ്ങനത്തെ ഒരു മൂടിയാണ്. പിന്നെ വന്നിട്ട് ഇതാ സ്റ്റീലില് ഇങ്ങനെ ഒരു നമ്മളെ മിക്സിന്റെ പോലെയുള്ള ഒരു ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. 4 സൈഡ് ബ്ലേഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇതിന്റെ ഇവിടെ ആയിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും എന്താണ് കോഫി ആണെങ്കിലും കുരുമുളകോ ഏലക്കായോ എന്ത് സ്പൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലിടുക. ഈ ഒരു സാധനം കൊണ്ട് അടക്കി വെക്കുക. എന്നിട്ട് ഇത് പിടിക്കണം കേട്ടോ, പിടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് പിടിക്കുക, നമ്മൾ അമർത്തുക, ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുക. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പൊടിഞ്ഞു കിട്ടും. ഈ ഒരു സ്വിച്ച് നമ്മൾ അമർത്തി പിടിക്കണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഓൺ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കണം, അമർത്തി കൊടുക്കണം. ഈ ഒരു സ്വിച്ചുമേലാണ് നമുക്ക് എത്രത്തോളം പൊടിയണം പൊടിയരുത് എന്നുള്ള ഇത് വന്നിട്ട്. ഇവിടെ ഇതിന്റെ വോൾട്ട് കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് 220ഉം അതിൽ 240 വോൾട്ട്, 220 to 240 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വന്നിട്ട് 150 ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കിച്ചണിലോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒന്നാണ്. ഇത് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നാശമായി പോകത്തൊന്നുമില്ല. ഇത് ഫുൾ കംപ്ലീറ്റ് സ്റ്റീലാണ്. പിന്നെ ഇത് മാത്രമാണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടും എന്നുള്ള ഒരു ഇതിലുള്ളത്. പക്ഷെ ക്വാളിറ്റി ഉള്ളതാണ്, ഭയങ്കര
തിന്നായിട്ടുള്ളതൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് വന്നിട്ട് ഇനി ഇത് വാങ്ങണം നിർബന്ധമായിട്ട് പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ ചെറിയ മിക്സി ഇതുപോലെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ പൊടിയാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് വന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ഇലക്ട്രിക് ചോപ്പർ ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളില് വേറെ ബോക്സിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ക്യാപ്സ്യൂൾ കട്ടർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് കട്ടിങ് ആൻഡ് ചോപ്പ്, അതുപോലെ പേസ്റ്റ്, മിക്സ്, ക്രഷ് ആൻഡ് പൗഡർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിൽ നോക്കിയത് കട്ടിങ് മാത്രമാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയതുകൊണ്ട് രണ്ട് സൈഡും പൊളിഞ്ഞു പോരുന്നുണ്ട് ഇതിലൂടെയൊക്കെ എടുക്കുന്നത്. ഇതാണ് വന്നിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് ആക്കി ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിന്റെ പറയാനുള്ളത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മിക്സി വന്നിട്ട്. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു ബ്ലേഡ് ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റും. 4 ബ്ലേഡ് കൊടുത്തിട്ടുണ്ട് സർക്കിൾ മോഡലിൽ. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ആണി പോലെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ഗ്ലാസി ടൈപ്പ് ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ നിലത്ത് നല്ലോണം വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പൊ ഇതിലൊരു ഹോൾ ഉണ്ട്. ആ ഹോളിന്റെ ഉള്ളിലോട്ട് ഈ ഒരു ബ്ലേഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ, ഏത് വെജിറ്റബിൾസ് ആണോ, ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് കിട്ടും. കട്ട് ചെയ്യാണ്ട് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഈ സാധനം വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് മെഷീൻ. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിൽ ഈ ഒരു ഹോള് കണക്ട് ചെയ്യണം. ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പം കറക്റ്റ് ടൈറ്റ് ആയിട്ട് കിട്ടും. നല്ലോണം ടൈറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ മിക്സി കുത്തുന്ന പോലെ കുത്തുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് വർക്കായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പൊ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം പല രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കട്ടിങ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ചത് പോലെ ഇത് പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യാണ്ട് കുത്തിയാൽ മാത്രം കാര്യമില്ല, ഇത് പ്രസ് ചെയ്യണം കേട്ടോ ഈ ബട്ടണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും. നമ്മൾ കത്തിയെടുത്ത് കുറെ ടൈം കൈ കൊണ്ടോ കട്ടിങ് ബോർഡ് വെച്ചിട്ടോ ഒന്നും അരിയേണ്ട ആവശ്യമില്ല. ഇതിൽ ഒന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഏത് പച്ചക്കറി, ഏത് ഫ്രൂട്ട്സും എന്തും നമുക്ക് ഏത് മോഡലിലും ആക്കി തരുന്ന ഒരു വർക്ക് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2 മെഷീൻസ് വന്നിട്ട് കിച്ചണിലോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അതിന് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഷോൾ വന്നിട്ടും മീഷോയിൽ നമ്മൾ വാങ്ങിയതാണ്. ഇതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കാടോ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ഓക്കെ.